ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. നമുക്ക് സൺഡേ മോർണിംഗോ അല്ലെങ്കിൽ സൺഡേ ഈവനിങ്ങോ നമ്മൾ വീഡിയോ ക്ലാസ്സസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഡേ ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ല, പെൻഡിങ് ഇല്ലാത്തവർ ഈ ആഴ്ച പഠിച്ച ടോപ്പിക്സ് സൺഡേ ഇരുന്നിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സൺഡേ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പെൻഡിങ് ഇല്ലാത്തവർ ഇത് റിവൈസ് ചെയ്യുക. പെൻഡിങ് ഉള്ളവർ മാക്സിമം പെൻഡിങ് തീർക്കാനായിട്ട് നോക്കുക. കാരണം 28-ാം തീയതിയാണ് 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ്റെ ആദ്യഘട്ടം. പലർക്കും ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങി. ഹോൾ ടിക്കറ്റ് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നവരൊക്കെ ഇനി വിജിലൻ്റ് ആയിട്ടിരുന്ന് ഉള്ള സമയം കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നേരത്തെ എത്ര സമയം കൊടുത്തിരുന്നോ അതിനേക്കാൾ കുറച്ചുകൂടി അധികം സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളെ കാണുക. ആരും ടെൻസ്ഡ് ആവണ്ട. നെഗറ്റീവ് മാർക്ക് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പം നിങ്ങൾ ഇനിയുള്ള സമയം നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാത്രമായിട്ട് കണ്ടെത്തി മാറ്റിവെച്ച് പഠിക്കുക. നമ്മളിപ്പോൾ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്തില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ ഇരുന്ന് ഇത്രയും കവർ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പം ഞാൻ എന്നെക്കൊണ്ടാകുന്ന ഗൈഡൻസ് തരാം. അതനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് മുന്നോട്ട് വരിക. പിന്നെ ചില ക്ലാസ് അപ്ഡേഷൻ ഉള്ളത് ഞാൻ അപ്ഡേറ്റഡ് എടുത്തു തരാം. അതും നോക്കി പോവുക. അപ്പോൾ ഇപ്പോൾ റിനൈസൻസ് ലീഡേഴ്സ് 4 പേരെ പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ കൂടി പഠിക്കാനുണ്ട്. അതും ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ നിങ്ങൾ ഫിസിയോഗ്രഫിക് ഡിവിഷൻ കഴിഞ്ഞു. ചില വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ചിലപ്പോൾ ഞാൻ ഇടുന്നവർ സ്കിപ്പായി പോകുന്നുണ്ടാവാം. അത് കണ്ടിട്ട് അതെന്തെന്ന് ഓർത്ത് നിങ്ങൾ എന്നോട് ചോദിച്ച് സമയം കളയണമെന്നില്ല. നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ബിസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെക്കൊണ്ട് നടക്കണമെന്നില്ല. എന്നെക്കൊണ്ട് ആവുന്ന അത്രയും ഹെൽപ്പ് സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് തിരഞ്ഞെടുത്ത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടല്ലോ. പിന്നെ ഇന്ന് നമുക്ക് പഠിക്കേണ്ടതും നമുക്ക് കേരള റിനൈസൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും കൂടി ബ്ലെൻഡ് ചെയ്ത് പഠിക്കാം. അപ്പം ഇന്ന് ഞാൻ ഇച്ചിരും കൂടി കാര്യങ്ങൾ പഠിക്കാനായിട്ട് തന്നോട്ടെ. കാരണം നാളെ ഞായറാഴ്ചയല്ലേ? അപ്പോൾ നിങ്ങളത് തീർക്കുക. നമുക്ക് മാക്സിമം ഒരു ചൊവ്വാഴ്ചത്തോണ്ട് ഇന്ത്യൻ ജോഗ്രഫിയും ഈ ഒരു സാധനവും തീർത്താൽ മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ. 28-ാം തീയതിയാണ് എക്സാം എന്ന് പറയുന്നത്. ഡേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ബുക്കിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതും, അതായത് ഡിസംബറിൽ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കുമാണ് നമ്മൾ ഈ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡിസംബറിൽ തന്നെ ബുക്ക് വാങ്ങാൻ നോക്കുക. ഈ ബുക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു അസറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അത് നിങ്ങൾക്ക് മെയിൻസിൻ്റെ എക്സാമിനേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചിലരിപ്പോൾ ആലോചിക്കുമായിരിക്കും ഇത് പാസ്സായിട്ട് വേണ്ടേ മെയിൻസ് എന്ന്. അങ്ങനെ ആരും ചിന്തിക്കരുത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 10th പ്രിലിംസ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഈ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് ഇടാനായിട്ട് നിങ്ങളെ കൊണ്ടും സാധിക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മാറ്റം അറിയാൻ പറ്റും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആപ്പിലിട്ടിരിക്കുന്നത് ചെയ്ത് നോക്കുന്നുണ്ടോ? ഉണ്ടോ? സീരിയസ് ആയിട്ട് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. സമയം വേസ്റ്റ് ചെയ്യുകയരുത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ലപോലെ പഠിക്കുക. കിട്ടുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7 o'clock കാണാം. അതുവരേക്കും ബൈ ബൈ.